السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. രോഗം വന്നാൽ ഉടനെ നമ്മൾ ചികിത്സിക്കണം. അത് അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തായ ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ ഹബീബിലൂടെയേ നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച കാര്യങ്ങൾ അതുപോലെ അനുസരിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തതിന്റെ ശേഷമാണ് നമ്മൾ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കേണ്ടത്. നമ്മൾ അള്ളാഹുവിന്റെ അടിമകളും അള്ളാഹു നമ്മുടെ യജമാനനുമാണ്. നമ്മൾ ഒരു കാര്യവും ചെയ്യാതെ, നമ്മൾ കഷ്ടപ്പാടൊന്നും അറിയാതെ, ഒരു പ്രയാസവും അറിയാതെ എല്ലാം അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുക. രോഗം വരുമ്പോൾ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുക, പ്രയാസം വരുമ്പോൾ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കുക എന്ന രീതി ശരിയല്ല. നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്തതിന്റെ ശേഷമാണ് നമ്മൾ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിക്കേണ്ടത്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമുണ്ട്. നമ്മുടെ വിഷമഘട്ടങ്ങളിൽ മാത്രം നമ്മൾ അള്ളാഹുവിലേക്ക് എല്ലാം സമർപ്പിക്കുക, അള്ളാഹുവിലേക്ക് നമ്മൾ ദുആ ചെയ്യുക എന്നത് ശരിയല്ല. നമ്മുടെ സന്തോഷവേളകളിലും അതുപോലെ തന്നെ നമ്മൾ നല്ല രൂപത്തിൽ നല്ല ഇസ്സത്തോടെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കണം. അള്ളാഹുവിന്റെ ദിക്റിലായി ശുക്റിലായി നമ്മൾ ജീവിക്കണം. എന്നാൽ പ്രയാസത്തിന്റെ സമയത്ത് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒരു കാര്യവും ചെയ്യാതെ നമ്മൾ അള്ളാഹുവിലേക്ക് തേടുന്ന ആ ഒരു രീതി ശരിയല്ല. നമ്മൾ അള്ളാഹുവിലേക്ക് എന്ത് തേടുമ്പോഴും അള്ളാഹുവിലേക്ക് നമ്മൾ എന്തെങ്കിലും ദിക്റുകളായോ സ്വലാത്തുകളായോ അതുപോലെ തന്നെ മറ്റ് സൽക്കർമ്മങ്ങളായി നമ്മൾ എന്തെങ്കിലും ചെയ്യുക. അതിന്റെ ശേഷം നമ്മൾ അള്ളാഹുവിലേക്ക് തേടുക. എന്നാൽ അള്ളാഹു വളരെ പെട്ടെന്ന് നമുക്കതിന് ഇജാബത്ത് നൽകും. ആഫത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടി നമ്മൾ സ്വദഖ ചെയ്തതിന്റെ ശേഷം, ഹദിയ ചെയ്തതിന്റെ ശേഷം നമ്മൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എന്ത് നേടിയെടുക്കണമെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്തതിന്റെ ശേഷം അള്ളാഹുവിലേക്ക് നമ്മൾ തേടുക. ആ ദുആക്ക് അള്ളാഹു വളരെ പെട്ടെന്ന് ഇജാബത്ത് നൽകും. ഒരുപാട് ദിക്റുകൾ ചൊല്ലുക, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ തേടിക്കഴിഞ്ഞാൽ ആ ദുആക്ക് ഇജാബത്ത് ലഭിക്കും, ഉത്തരം ലഭിക്കും. ഇങ്ങനെ ഇജാബത്ത് ലഭിക്കാൻ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ഖുർആനിന്റെ സൂറത്തുകളും നമ്മൾ പതിവാക്കുന്നവരാണ്. ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ പരിശുദ്ധമായ ഖുർആനിന്റെ അവസാന ഭാഗത്തിലുള്ള 4 സൂറത്തുകളുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖുൽ എന്ന് വെച്ച് തുടങ്ങുന്ന ഈ 4 സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്യുക. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിനെ നമ്മൾ 3 തവണ പാരായണം ചെയ്യണം. ബാക്കിയുള്ള സൂറത്തുകൾ ഓരോ തവണയും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നിഅമത്തുകൾ ലഭിക്കാനും ഉള്ള നിഅമത്തുകൾ നിലനിൽക്കാനും അലം നശ്റഹ് എന്ന സൂറത്തിനെ നമ്മൾ പാരായണം ചെയ്യുക. അതുപോലെ തന്നെ ജീവിതത്തിലുള്ള എല്ലാ ശർറുകളും നീങ്ങിക്കിട്ടാൻ, നമ്മുടെ ജീവിതത്തിൽ ഇനി ശർറുകൾ വരാതിരിക്കാൻ വേണ്ടി അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തിനെ നമ്മൾ പതിവാക്കുക. അപ്പോൾ നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആദ്യം അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്തിനെ 1 തവണ പാരായണം ചെയ്യുക. അലം തറ 1 തവണ പാരായണം ചെയ്യുക. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ 1 തവണ പാരായണം ചെയ്യുക. ഖുൽ ഹുവല്ലാഹു അഹദ് 3 തവണ പാരായണം ചെയ്യുക. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 1 തവണ പാരായണം ചെയ്യുക. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 1 തവണ പാരായണം ചെയ്യുക. മൊത്തമായി ഈ 5 സൂറത്തുകളെ നമ്മൾ പാരായണം ചെയ്യണം. പാരായണം ചെയ്ത് തീരുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നത് 3 തവണ ഓതുന്നത് കാരണം 7 സൂറത്തുകളായിട്ടാണ് ഈ അമലിനെ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആക്ക് ഇജാബത്ത് ലഭിക്കാനും നമ്മുടെ നിഅമത്തുകൾ നിലനിൽക്കാനും വരാനിരിക്കുന്ന എല്ലാ ശർറുകളും തട്ടിമാറാനും
ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഷർറുകളിൽ നിന്നും ഒരു മോചനം ലഭിക്കാനും പരിശുദ്ധമായ ഈ അമലിനെ അള്ളാഹു സ്വീകാര്യമാക്കി തരട്ടെ. നമ്മിൽ നിന്നും അള്ളാഹു കബൂലാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് മാറ്റിത്തരട്ടെ. സാധാരണ നമ്മൾ ചെയ്യാറുള്ള അമല് തന്നെയാണ്. ഏതൊരു ദുആക്ക് മുമ്പായിട്ട് നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് സൂറത്തുൽ ഇഖ്ലാസിന് 3 തവണ പാരായണം ചെയ്യും. അതുപോലെ തന്നെ മുഅവ്വിദത്തൈനി എന്നറിയപ്പെടുന്ന 2 സൂറത്തുകൾ, ഈ സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും ദുആ ചെയ്യൽ. ഏതായിരുന്നാലും ഈ നിയ്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക. എല്ലാവർക്കും അറിയുന്ന അമല് തന്നെയാണ്. അലം നശ്റഹിന്റെ പവിത്രത എല്ലാവർക്കും അറിയുന്നതാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ഇത് ഓതിയാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റിയിട്ടും നമുക്ക് നീങ്ങിപ്പോകുന്ന ഷർറുകളെ പറ്റിയിട്ടുമൊക്കെ നമ്മളെല്ലാവരും മുമ്പ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. അലം എന്ന് തുടങ്ങുന്ന 2 സൂറത്തുകളും ഖുൽ കൊണ്ട് തുടങ്ങുന്ന 4 സൂറത്തുകളും, ഈ സൂറത്തുകൾക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. പതിവാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.